പ്രിയപ്പെട്ടവരെ, സദയം ശ്രദ്ധിക്കൂ. അടുത്ത 10 മിനിറ്റിനകം എന്തായാലും ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നതാണ്. ശ്രദ്ധിക്കൂ. ജനങ്ങളുടെ ക്ഷമ കെട്ടു. എന്റെ സമനില ഇപ്പൊ തെറ്റും. നടി അന്വേഷിച്ചു പോയ ജോസും മാത്തച്ഛനും ചത്തോ ഭഗവാനെ? ചത്ത് കാണില്ല. ലക്ഷണം കണ്ടിട്ട് നടി വരുന്ന മട്ടില്ല. രാഹുലെ അറം പറ്റുന്ന വർത്തമാനം പറയരുത്. ഒരു മനുഷ്യ, ഇന്ന് നമുക്ക് മാടന്തറ വേറൊരു നാടോട് നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അത് കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരൂ. അത് കഴിഞ്ഞില്ലെങ്കിലോ? ആ യൂസ്ലെസ് വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. താൻ കാരണമാണ് ഞാൻ അവളെ പിന്നെ ഫിക്സ് ചെയ്തത്. ബാലു, താനൊന്ന് വെപ്രാളപ്പെടാതെ. അവള് വന്നില്ലേ പെൺവേഷം ഞാൻ കേട്ടു. അപ്പൊ തന്തയുടെ വേഷം തന്റെ തന്ത വന്ന് കിട്ടുമോ? നാടകം കളിക്കാന്ന് വെച്ചാൽ എന്ത് കളിക്കുന്നോ? ഞങ്ങൾ ക്ലൈമാക്സ് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് ഒന്നുകൂടെ ഉറപ്പിക്കുക. നടി വരാത്തതിന്റെ പേരിൽ ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ ഇവനെ കയറി പിടിച്ചു. എനിക്കൊരു ഐഡിയ. മന്ദാകിനിക്ക് ഡയലോഗ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആ വേഷം മീന് ചെയ്ത കലക്കും. രാഹുൽ ഒന്ന് പറ. കഴുതേ, അങ്ങനെ വഴിയെ പോകുന്നവരെ കൊണ്ട് അഭിനയിപ്പിച്ച് എന്റെ മന്ദാകിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലടാ. എന്നാ പെൺവേഷം താൻ കേട്ടോ. എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. ഈ തലിനിടെ ഞാൻ നിൽക്കുന്നില്ല കേട്ടോ. ഓടിനായിട്ടിരിക്കാം. അഭിനയം ശരിയായില്ലെങ്കിൽ കൂവും ഞാൻ. പ്രിയപ്പെട്ടവരെ, അടുത്ത 10 മിനിറ്റിനകം എന്തായാലും നാടകം ആരംഭിക്കുന്നതാണ്. ആരും ഞെട്ടരുത്. നടി വരില്ല. അയ്യോ, വരില്ലേ? നഹി ആയേജി. അവിടെ നാടകം തുടങ്ങുന്നത് 12 മണിക്കാ. അത് കഴിയുമ്പോ നേരം വെളുക്കും. ഞങ്ങൾ 2 ആളും കൂടി പെണ്ണുങ്ങളുടെ മേക്കപ്പ് റൂമിൽ കയറി ആ വഞ്ചകയെ പൊക്കാൻ നോക്കി. നാട്ടുകാരൻ ഞങ്ങളെ പൊക്കി. മതിയാവോളം കിട്ടി. തല്ലേ. അപ്പോ ഒരപ്പോയും ഇല്ല. ജനങ്ങളുടെ ഏതാക്രമണത്തെ നേരിടാൻ എല്ലാവരും തയ്യാറെടുക്കുക. എന്തും സംഭവിക്കാം. ചുപ് രഹോ. നമ്മളിന്ന് നാടകം കളിക്കും, കളിച്ചിരിക്കും. എങ്ങനെ? മേക്കപ്പ് റൂമിലെ കൂട്ടപ്പെരലിക്കിടയിൽ നമ്മുടെ നാടകത്തിന്റെ പോർഷൻ ഞാൻ സൂത്രത്തിൽ നടിയുടെ നിന്ന് തട്ടിയെടുത്തു. വരുന്ന വഴിക്ക് അത് കാട്ടൂരുള്ള ലീലാമണിക്ക് കൊടുത്തു. അവൾ അത് പഠിക്കും. 11 മണിക്ക് ഇവിടെ എത്തും. ഈ സ്റ്റേജ് നാടകം കളിച്ചിരിക്കും. അതൊന്നും നടക്കില്ല. മാത്തച്ഛൻ ബോൾ റഹാഹോ. മാത്തച്ഛനാണ് പറയുന്നത്. ഇപ്പോ 10:45. ധൈര്യമായിട്ട് വെല്ലോട്. ആദ്യത്തെ 2 സീനി നായിക വേണ്ടല്ലോ. നിങ്ങൾ നാടകം തുടങ്ങി മന്ദാകിനി എന്ന് വിളിക്കുമ്പോ ലീലാമണി സ്റ്റേജിലുണ്ടാവും. തുടങ്ങി ഘട്ടം പൊക്ക്. സ്റ്റേജ് മെഞ്ചാവോ ആവോ. സഹൃദയരെ, കല്ലടിക്കുന്ന അഭിനയ വേദിയുടെ 3ാമത് നാടകം ആരംഭിക്കുകയായി. പെരിച്ചാഴികളെ, നിങ്ങൾക്കൊരാലയം. നാടകത്തെക്കുറിച്ചൊരു വാക്ക്. അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹ മനസാക്ഷിക്കൊരന്ത്യ കൂതാശ. പെരിച്ചാഴികളെ, നിങ്ങൾക്കൊരാലയം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലെന്നാ ചോദിച്ചത്. ഓ, മുകുന്ദനോ, നീ വീണ്ടും വന്നുവല്ലേ? അതെ അമ്മാവ. ഒഴുക്കിനെതിരെ നീന്തുകയാണെന്ന് അമ്മാവൻ ധരിക്കണ്ട. എല്ലാ നദികളും ഒഴുകി ഒടുങ്ങുന്നത് അവസാനം സാഗരത്തിലാണെന്ന് മറന്നുകൊണ്ടുമല്ല. എന്റെ പ്രായം കടന്നു വന്ന അമ്മാവന് എന്റെ വികാരങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിംഹത്തിന്റെ മുമ്പിൽ പെട്ടുപോയ ഒരു ചുണ്ടലിയാണ് നീ. സിംഹങ്ങൾ തിരിച്ചോടിയ കഥയും ചരിത്രം പറയുന്നുണ്ട് അമ്മാവ. ചരിത്രത്തിന്റെ നാലിൽ കടിച്ചു തൂങ്ങിയാൽ ചക്രശ്വാസം വലിക്കേണ്ടി വരും നീ. ചക്രശ്വാസം വലിക്കേണ്ടി വന്നവരാണ് അമ്മാവ ചരിത്രത്തിലെ ചക്രവർത്തിമാർ. അങ്ങനെ ഒരു ചക്രവർത്തിക്ക് പട്ടമഹിഷിയാകാൻ ഈ തറവാട്ടിൽ പെണ്ണില്ല, പെണ്ണില്ല, പെണ്ണില്ല. അതേടോ, പെണ്ണില്ല. പെണ്ണിതേരെ വന്നിട്ടില്ല.